ഹാപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ഗോവിന്ദയുടെ മേലുള്ള കുറ്റാരോപണം. ഇദ്ദേഹം ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ല. താങ്കൾ ചെയ്തതിൽ സൂപ്പർ ഹിറ്റ് മൂവി ഏതാണെന്ന് വെച്ചാൽ താങ്കളുടെ സുഹൃത്ത് ഡേവിഡ് ധവാനോടൊപ്പം ചേർന്ന് 17 മൂവി ചെയ്തിട്ടുള്ള അതെല്ലാം തന്നെ ഹിറ്റാണ്. രാജാബാബു, കൂലി നമ്പർ 1, ഷോളർ ഷബ്നം, ബെഡെ മിയ ചോട്ടാ മിയ, പാർട്ട്ണർ, ഇതെല്ലാം തന്നെ സൂപ്പർ ഹിറ്റാണ്. എന്നിരുന്നാലും പല വർഷങ്ങളായി താങ്കൾ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് പോലുമില്ല. അദ്ദേഹത്തിന്റെ മകൻ അവരോടൊപ്പം ചേർന്ന് 17 സിനിമയിൽ അഭിനയിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യം എന്നോട് ചോദിക്കാം. ഉറപ്പായും അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് 17 സിനിമകൾ അഭിനയിക്കില്ല. കാരണം അവൻ ഡേവിഡ് ധവാന്റെ മകനാണ്, പഠിച്ചവനാണ് അവൻ. 17 പടം ചെയ്തുകൊണ്ട് ആർട്ടിസ്റ്റിന് എന്ത് സംഭവിക്കാനാണ് പോകുന്നത്? അതാണ് എനിക്കറിയാത്തത്. ഇതപ്പോൾ എന്താ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, സഞ്ജയ് ദത്ത് ഒരു പഞ്ചാബിയാണ്. ഞാൻ ആ സമയത്ത് ഒരുപാട് പഞ്ചാബികൾക്ക് ജോലി കൊടുത്തിട്ടുണ്ട്. എവിടുന്നൊക്കെയോ കുറെ പഞ്ചാബീസ് വന്നു, അവർക്കെല്ലാം ഞാൻ ജോലി കൊടുത്തു. അങ്ങനെ തന്നെയാണ് ഡേവിഡ് ധവാനും വന്നത്. വളരെ നന്നായിട്ട് സെറ്റായി. ഞാനെന്താണ് വിചാരിച്ചെന്നാൽ അദ്ദേഹം ഒരുപാട് പടങ്ങൾ ഹിറ്റാക്കുമെന്ന് കരുതി. ഉറപ്പായും അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് ഒരുപാട് സിനിമകൾ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അദ്ദേഹവും ഞാനും തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നു. എൻ്റെ ബന്ധുക്കാരുടെ അടുത്ത് പോലും അത്ര അടുപ്പം എനിക്കുണ്ടായിരുന്നില്ല. ശരിക്കും അങ്ങനെ ആയിരുന്നു. എൻ്റെ ചേട്ടൻ ഒരു ഡയറക്ടറാണ്. ഇതുവരെയായി ഞാൻ അദ്ദേഹത്തിനൊപ്പം 17 പടങ്ങൾ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് ഞാൻ 17 സിനിമകൾ ചെയ്തതിന് ശേഷം ഞാൻ ചസ്മ ബദൂറിൻ്റെ ഒരു സബ്ജക്റ്റ് അദ്ദേഹത്തോട് പറഞ്ഞു. ആ പ്രോജക്റ്റ് ഋഷി കപൂർ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാനായി കോൾ ചെയ്തു. അദ്ദേഹം ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ആദ്യം മനസ്സിലാക്കാനായിട്ട് പറഞ്ഞു. ഞാനെന്തിനു മനസ്സിലാക്കണം? നിങ്ങൾ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മര്യാദയ്ക്ക് ചെയ്യാനായിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഷൂട്ടിംഗ് തുടങ്ങി, ഇതിനെപ്പറ്റി ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്, നല്ല ബുദ്ധിശാലിയാണ്. പക്ഷേ അപ്പോൾ എൻ്റെ സെക്രട്ടറി അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പൊളിറ്റിക്സിൽ നിന്ന് കുറച്ച് വിട്ടകന്ന് നിൽക്കുന്ന സമയമായിരുന്നു. ഇയാൾ എന്താണ് പറയുന്നതെന്ന് എനിക്ക് കേൾക്കണം. അതുകൊണ്ട് ഫോണ് സ്പീക്കറിലിടാനായിട്ട് ഞാൻ അയാളോട് പറഞ്ഞു. ഞാൻ പറയുന്ന സമയത്ത് ഡേവിഡിൻ്റെ ഫോണ് ഓണിൽ തന്നെയായിരുന്നു. ആ ഫോണിൽ നിന്ന് ഞാൻ കേട്ട കാര്യം, ചേച്ചി ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അദ്ദേഹം ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് വർക്ക് ചെയ്യാൻ തീരെ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഏതെങ്കിലും ചെറിയ റോൾ കിട്ടുകയാണെങ്കിൽ ചെയ്തോട്ടെന്നും പറഞ്ഞു. ആ കാര്യം എൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. അതിനുശേഷം വർക്ക് ചെയ്യേണ്ടെന്ന് ഞാനും തീരുമാനിച്ചു. 4-5 മാസത്തേക്ക് സംസാരിക്കുക വേണ്ടെന്ന് പോലും ഞാൻ തീരുമാനമെടുത്തു. 4-5 മാസത്തിന് ശേഷം ഞാൻ വീണ്ടും ഫോൺ ചെയ്തു. ശരി വരൂ, വന്നിട്ട് ഒരു ഗസ്റ്റ് അപ്പിയറൻസ് എങ്കിലും ചെയ്യാൻ പറഞ്ഞു. മനസ്സിനൊരാഗ്രഹം ഉണ്ടാവില്ലേ? നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ റോളിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ ഷൂട്ടിങ്ങിന് വന്നിട്ട് പോകാമെന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം യാതൊരുവിധ റെസ്പോൺസും ഇല്ല. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പറയേണ്ട കാര്യമോ? ഇതെല്ലാം തന്നെ ഓരോരുത്തരുടെ മനസ്സിലുള്ള കാര്യമാണ്. എൻ്റെ വാതിലുകൾ ആർക്ക് വേണ്ടിയും അടച്ചിടുകയാണെങ്കിൽ ഞാൻ പിന്നെ എങ്ങനെ ഗോവിന്ദയാകും? പക്ഷേ ഗോവിന്ദ, താങ്കൾ ഖാദിർ ഖാന്റെ കൂടെയാണ് കൂടുതൽ പടങ്ങൾ ചെയ്തിരിക്കുന്നത്. 41 സിനിമ അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. സർ, അദ്ദേഹം റൈറ്ററായി വർക്ക് ചെയ്ത പടങ്ങളെല്ലാം സൂപ്പർ ഹിറ്റായി മാറിയിട്ടുണ്ട്. ആദ്യം ജിതൻ സാറിൻ്റെ കൂടെയും അമിതാഭ് ബച്ചൻ സാറിൻ്റെ കൂടെയും വർക്ക് ചെയ്തു. അപ്പോൾ അമിതാഭ് ബച്ചൻ സാറിൻ്റെ എല്ലാ പടങ്ങളും സൂപ്പർ ഹിറ്റായിരുന്നു. അതിനുശേഷം അദ്ദേഹം ജിതേന്ദ്ര സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തു. അതും എല്ലാം സൂപ്പർ ഹിറ്റ്. അതിനുശേഷം മിഥുൻ ചക്രവർത്തി സാറിനോട് വർക്ക് ചെയ്തു. അതും എല്ലാം സൂപ്പർ ഹിറ്റ്. അതിനുശേഷം എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അതും സൂപ്പർ ഹിറ്റ്. എല്ലാം സൂപ്പർ ഹിറ്റായിരുന്നു. പക്ഷേ അദ്ദേഹം അസുഖബാധിതനായി ഉള്ള സമയത്ത് പിന്നീട് അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ മകൻ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ഗോവിന്ദ 41 പടങ്ങൾ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു. പക്ഷെ ഒരു പ്രാവശ്യം പോലും അച്ഛനെക്കുറിച്ച് ചോദിച്ചില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. എന്തായാലും താങ്കൾ എന്നോട് ഈ ചോദ്യം ചോദിച്ചത് വളരെ നന്നായി. ഉറപ്പായും ഇതിന് മറുപടി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ഇതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ എന്നോട് ക്ഷമിക്കണം. ഉള്ളത് പറഞ്ഞാൽ ശരിക്കും അദ്ദേഹം ഒരു സോഫ്റ്റായ നേച്ചറാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ചെറിയ കാര്യം പറഞ്ഞാൽ പോലും വളരെ പെട്ടെന്ന് അഫക്റ്റ് ആകും. അദ്ദേഹം ഒരു ദൈവിക പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞത്, ഇങ്ങനെയുള്ള ദൈവിക പുസ്തകം എഴുതുമ്പോൾ അതൊരു പെണ്ണുകൊണ്ട് എഴുതാൻ പാടില്ല എന്ന് ഒരു നിയമമുണ്ടെന്ന് പറഞ്ഞു. ഒരുപക്ഷെ ആ നിയമം മറികടന്ന് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നല്ലതല്ല എന്ന് ഞാൻ പറഞ്ഞു. ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാവുമെന്ന് പറഞ്ഞു. നിങ്ങൾ ചെയ്യുന്ന ജോലിയും ഇതും തമ്മിൽ സെറ്റ് ആകില്ലെന്നും ഞാൻ പറഞ്ഞു.
ഞാൻ അറിയാതെ പറഞ്ഞു പോയി. എന്ത് ചെയ്യാനാണ്? അദ്ദേഹത്തിന് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ എന്താണ് വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നോ പറഞ്ഞാൽ ഡയറക്ടർ ഒന്ന് എന്നെ വഴക്ക് പറയുന്നതാണ് കരുതിയത്. ഖാദർ ഖാനെ പോലെ ഒരാളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ എനിക്ക് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഒരു ദൈവീയ പുസ്തകം പെണ്ണുകൊണ്ട് എഴുതുക എന്ന് പറയുന്നത് ഒരു തെറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അദ്ദേഹം ചെയ്തത് കൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കരിയറും ഒരുപാട് മാറിപ്പോയി. ആ സമയത്ത് അദ്ദേഹം എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. വഴക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് വഴക്ക് പറഞ്ഞു. അതെന്നിൽ ശരിക്കും പ്രയാസം ഉണ്ടാക്കി. ആ അദ്ദേഹം എൻ്റെ ഗുരു ആയതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വഴക്കൊക്കെ ഞാൻ സൈലൻ്റായിട്ട് കേട്ടുകൊണ്ടിരുന്നു. ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാനൊരു 3-4 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി. എനിക്കിഷ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്ത് ഞാൻ പക സൂക്ഷിക്കാറില്ല. അങ്ങനെ ചെയ്താൽ പിന്നെ ഞാൻ ഗോവിന്ദ അല്ലാതായി പോവില്ലേ? ഇങ്ങനെ കൈ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും എങ്ങനെയെങ്കിലും ഞാൻ ആ കൈ കൊടുത്തിരിക്കും. അങ്ങനെയല്ലെങ്കിൽ ഗോവിന്ദ അല്ല. അതാണ്, ഗോവിന്ദ ഒരിക്കലും മാറില്ല സർ. ഞാൻ 3-4 പ്രാവശ്യം ട്രൈ ചെയ്തു, പക്ഷേ ഒരിക്കലും അത് വിജയിച്ചില്ല. അദ്ദേഹം ഒരു സോഫ്റ്റ് നേച്ചറാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയും മോശമായി. ഇപ്പൊ ആർക്കെങ്കിലും പടങ്ങളെക്കുറിച്ചോ എന്റർടൈൻമെന്റിനെ കുറിച്ചോ ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ചോദിക്കാം. സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ വൈഫ് നിങ്ങളുടെ കൂടെയുള്ളപ്പോൾ ഏത് ഹീറോയിന്റെ പേര് കേട്ടാലാണ് നിങ്ങൾക്ക് നാണം വരിക? അതെ, പേടിക്കുക. അത് എൻ്റെ വൈഫിനോട് ചോദിച്ചിട്ടുണ്ട്. ആരുടെ പേരെടുത്താലും നിങ്ങൾ അങ്ങനെ നാണിക്കാറില്ലല്ലോ, ഏതെങ്കിലും ഹീറോയിനായിട്ട് അഫയർ ഉണ്ടെന്നുള്ള റൂമറും വന്നിട്ടില്ലല്ലോ, ഇതെന്താ കാര്യമെന്ന്. സാർ, എൻ്റെ വൈഫ് ശരിക്കും ഒരു സാധാരണ വൈഫാണെന്ന് പറയാൻ പറ്റില്ല. അവള് എവിടെ പോയി, എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, എന്താ ഇത്ര ലേറ്റ് ആയിട്ട് വന്നത്, ഇങ്ങനെയൊക്കെ പെരുമാറിയിരുന്നെങ്കിൽ ഞാൻ പണ്ടേ ഫിലിം ഇൻഡസ്ട്രി വിട്ട് വെളി വന്നേനെ സർ. താങ്കൾ ഇത്രയും ഹീറോയിൻസിലൂടെ വർക്ക് ചെയ്തിട്ടും താങ്കൾക്ക് ആരോടും ഒരു പ്രേമമൊന്നും തോന്നിയില്ലേ? ഇതൊന്നും അങ്ങനെ ഓപ്പറോടെ പറയാൻ പറ്റില്ല സാർ. സുനിത ഈ പ്രോഗ്രാം കാണും. ഇതിന് എൻ്റെ അടുത്ത് മറുപടി ഇല്ല സാർ. നോക്കൂ, തീർച്ചയായിട്ടും എന്തെങ്കിലും ഒന്ന് കാണാതിരിക്കില്ല. കരീഷ്മ കപൂർ താങ്കളോടൊപ്പം 10 സിനിമ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവർ ഹിന്ദി നന്നായി സംസാരിക്കുന്നു, ആക്ടിങ് നന്നായി ചെയ്യുന്നു. ഇതിന്റെ ക്രെഡിറ്റ് എനിക്ക് ഈ TV ഷോയിൽ നിന്ന് എടുക്കാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് ഞാൻ കരിഷ്മയോടൊപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് ശരിക്കും അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു TV ഷോയിൽ. അതായത് പറഞ്ഞെന്താന്ന് വെച്ചാൽ, ഇതുപോലൊരു TV ഷോയിലാണ് അവർ പറഞ്ഞത്. അതായത് ഗോവിന്ദ, അദ്ദേഹം എൻ്റെ അച്ഛനെ പോലെ തന്നെയാണ്, അതുപോലത്തെ സ്നേഹമാണ് എന്നോട് കാണിക്കുന്നതെന്ന്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഹലോ, നമ്മൾ ഹീറോയിനാണ്. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിന്റെ അച്ഛനൊന്നും അല്ല മോളെ, നമ്മൾ എന്ത് മാത്രം റൊമാൻസ് ചെയ്തിട്ടുണ്ട്, ആളുകളൊക്കെ ഇത് കണ്ടാൽ എന്താ വിചാരിക്കുകയെന്ന്. ശരിക്കും അവള് ഭയങ്കര നിഷ്കളങ്കയാണ്, പാവമാണ്, നല്ല ബുദ്ധിയുള്ളവളുമാണ്. അത് മാത്രമല്ല നല്ല ഹാർഡ് വർക്കായ പെണ്ണുമാണ്. അവള് വന്നിരിക്കുന്നത് അത്രയും വലിയൊരു കുടുംബത്തിൽ നിന്നാന്ന് പറഞ്ഞാൽ ആരും അത് വിശ്വസിക്കുകയില്ല. ശരിക്കും അതാണ് സത്യം. താങ്കളുടെ ബെസ്റ്റ് കോസ്റ്റാർ എന്ന് വെച്ചാൽ അത് ആരെ പറ്റി പറയും? കോസ്റ്റാർ ആസ് എ ഹീറോ എന്ന് പറഞ്ഞാൽ അവരോടൊപ്പം എൻ്റെ പടം ഓടിയിട്ടേ ഇല്ല. പക്ഷെ അവരെ എനിക്ക് ഇഷ്ടമാണ്. ശില്പ ഷെട്ടിയോടൊപ്പം അഭിനയിച്ച പടങ്ങൾ പോലും ഓടിയിട്ടില്ല. പക്ഷെ പടത്തിലെ പാട്ടൊക്കെ ഹിറ്റാണ്. സോ റിലേഷൻഷിപ്പ് ഉണ്ടാവേണ്ട ആവശ്യമൊന്നുമില്ല. സ്നേഹം മാത്രം മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ.